ായിക്കൊണ്ടിരിക്കുന്ന ലഹരിക്കെതിരെ ശക്തമായ പോരാട്ടവുമായി സംസ്ഥാന ഗവൺമെൻറ് നടപ്പിലാക്കുന്ന തുഫാൻ പദ്ധതിയുടെ വിജയപ്രദമായ നടത്തിപ്പിന് വേണ്ടി സമൂഹത്തിലെ എല്ലാ മേഖലയിലും പെട്ട ആളുകൾ കൈകോർക്കുന്നു. നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നുന്ന ലഹരിയുടെ അടിമത്വത്തിൽ നിന്നും ഒരു ജനതയെ മോചിപ്പിക്കുവാനുള്ള വലിയ കുമളിയാണ്. കുമളിയിലെ ബസ് സ്റ്റാൻഡാണ്. അവിടെ സമരത്തിന് ഉണ്ട്. യുവജനങ്ങളെയും വിദ്യാർത്ഥികളെയും വേണ്ട സമൂഹത്തിലെയും എല്ലാ മേഖലയിലും എല്ലാ തലത്തിലും പെട്ട ആളുകൾ ഇന്ന് ഈ വലിയ മാഫിയയുടെ അടിമകളായി മാറിയിരിക്കുക. ലഹരി മാഫിയ ഇന്ന് നമ്മുടെ നാട്ടിലും നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തുമെല്ലാം ശക്തമായി പേരുറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഈ മാഫിയയുടെ പേരറക്കുന്നതിന് വേണ്ടിയും നമ്മുടെ സമൂഹത്തെ ലഹരിയിൽ നിന്ന് വിമുക്തമാക്കുന്നതിന് വേണ്ടിയും നടത്തുന്ന വലിയൊരു പോരാട്ടമാണ് നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഈ ലഹരിയുടെ അടിമകളായി മാറുന്ന വലിയൊരു ജനം, വലിയൊരു സമൂഹം ഇന്ന് നമ്മുടെ നാട്ടിൽ അങ്ങോളം ഇങ്ങോളമുണ്ട്. ഒരു സമൂഹത്തെ ആകമാനം യുവാക്കളെ അടക്കം നമ്മുടെ ഒരു പുതുതലമുറയെ നശിപ്പിക്കുവാൻ കഴിയുന്ന ശക്തിയുള്ള വേരോട്ടമുള്ള മാഫിയകൾ ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുക. ഇടുക്കി ജില്ലയിൽ മാത്രം തുഫാൻ പദ്ധതി നടപ്പാക്കിയതിന് ശേഷം ഏതാണ്ട് 172 കേസുകൾ പോലീസ്